വടകരയിൽ CPM-ന്റെ കുഴി തോണ്ടിയ ഒരു വിവാദം ഉണ്ടായിരുന്നു, കാഫർ സ്ക്രീൻഷോട്ട്. ഇപ്പോൾ അതിൽ കൂടുതൽ പൊട്ടിത്തെറികൾ വന്നിരിക്കുകയാണ്. ഒരു DYFI നേതാവായ റിബേഷിനെ ആ ഒരു സ്ഥാനത്ത് നിന്നും ഒഴിയേണ്ട അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സസ്പെക്റ്റാണ് റിബേഷ് എന്ന് പറയുന്നത്. ഈ റിബേഷിന് കൂടെ അല്ലെങ്കിൽ റിബേഷിന് പിന്നാലെ ഈ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ CPM നേതാക്കളായ കൂടുതൽ ഗൂഢാലോചനക്കാരുണ്ടാകുമോ? തീർച്ചയായും അത് നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം മുതൽ ഇതിൻ്റെ സംശയനിഴലിലുണ്ടായിരുന്ന DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള റിബേഷ്, അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തു. അതിനുശേഷം ഒരു വട്ടം ചോദ്യം ചെയ്തു. രണ്ടാം തവണ വിശദമായ ചോദ്യം ചെയ്യലിന് റിബേഷ് രാമകൃഷ്ണന് നോട്ടീസ് ലഭിക്കുന്നു. അതിന് പിന്നാലെ തന്നെ DYFIയുടെ ഭാരവാഹിത്വം ഒഴിഞ്ഞ് ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. കാരണം എന്താണ്, ഇതിനകത്ത് എന്തൊക്കെയോ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ടിനകത്ത് CPM-നും DYFIക്കും പങ്കുണ്ടെന്ന ഉറപ്പാണ്. അപ്പൊ ആ ഉറപ്പ് വരുന്നത് ഈ റിബേഷ് വഴിയാക്കാം. കാരണം ഇത് ആദ്യം ഷെയർ ചെയ്ത ഒരാളാണ് ഈ റിബേഷ്. ഇതിന് എവിടെ നിന്നാണ് ലഭിച്ചു എന്നുള്ള കാര്യം ഇതുവരെയും ഇയാൾ വ്യക്തമാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ റിബേഷിന്റെ അറസ്റ്റിലേക്കോ, റിബേഷാണ് ഇതിന്റെ പിന്നിലെന്ന് വന്നു കഴിഞ്ഞാൽ CPM-നും DYFI-നും ഇതിൽ പങ്കില്ല, ഇതിന്റെ ഭാരവാഹി അല്ല, ഈ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒരു വീഴ്ച കണ്ട് ഞങ്ങൾ ഒഴിവാക്കി എന്നുള്ള ഒരു ന്യായീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ സ്ഥാനം ഒഴിയൽ. ഈ പറയുന്ന ഈ കാഫിർ സ്ക്രീൻഷോട്ട് അവിടെ പ്രചരിച്ചത് എങ്ങനെയാണ്? ഒരു മുസ്ലിം ലീഗ് നേതാവായ ഒരു കാസിമിന്റെ പേരിലാണ്. അയാൾ ഇത് പ്രചരിപ്പിക്കുന്നു. അത് 5 നേരം നിസ്കരിക്കുന്ന ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കണം, അല്ലാതെ KK ശൈലജയെ അല്ല വിജയിപ്പിക്കേണ്ടത് എന്നുള്ള സന്ദേശം വരുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. ആ സ്ക്രീൻഷോട്ട് വന്നത് മുസ്ലിം ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഇത് ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇത് പുറത്തേക്ക് വന്നത്. പക്ഷെ എന്തായി, അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കാസിം ഇതായിട്ടില്ല എന്ന് പങ്കുവച്ചിട്ടില്ല എന്ന് പറയുന്നു. ഹൈക്കോടതി വരെ പോയി കേസ് നടത്തുന്നു, അതിൽ അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തിയത് ആരാണ്? പിണറായി വിജയന്റെ പോലീസാണ്. അതുകൊണ്ട് തന്നെ ഈ റിബേഷിനും എല്ലാത്തിനും വല്ലാത്ത ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പൊ ഭരണം മാറിയപ്പോൾ ആ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റിബേഷ് രാമകൃഷ്ണനെ മാത്രമാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇതിന് ഒരുപാടുണ്ട്. അമ്പാടിമുക്ക് ശാഖ എന്ന് പറഞ്ഞ പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, അങ്ങനെ കുറെ നിരവധി ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഇടത് അനുകൂല അല്ലെങ്കിൽ CPM സൈബർ ഹാൻഡിലുകളുണ്ട്. ഈ ഹാൻഡിലുകളിലെല്ലാം ഇത് വ്യാപകമായി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അഡ്മിന്മാരെ അടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ എവിടെയാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഈ ഒരു വലിയ ഗൂഢാലോചന നടന്നത്, ഇതാരുടെ ബുദ്ധിയായിരുന്നു, ഇതാരാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരും. അതിലേക്ക് അന്വേഷണ സംഘം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ മെറ്റയുടെ അടക്കം വിവരങ്ങൾ തേടി ഈ പ്രചരണം, അതായത് വളരെ വർഗീയമായ ഒരു പ്രചരണം അഴിച്ചുവിട്ട് അത് കോൺഗ്രസും UDF-ഉം ചെയ്യുകയാണെന്ന് ഉന്നയിച്ച് ഒരു വർഗീയ ചേരിതിരിവിനായിരുന്നു ശ്രമം. അപ്പൊ അത് നമ്മുടെ പേരാമ്പ്രയിൽ നടന്ന പോലെ ഫാത്തിമ തഹ്ലിക്കെതിരെ വർഗീയ പ്രചരണം നടത്തിയ ഒരു സമാനമായിട്ടുള്ള ഒരു വിവാദ അല്ലെങ്കിൽ അതെ, അതിന് സമാനമായ ഒരു പ്രചരണം തന്നെയാണ് നടന്നത്. ഞങ്ങൾക്ക് ജയിക്കാൻ, ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ ഞങ്ങൾ എന്തും ചെയ്യും എന്ന CPM-ന്റെ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഇതിന് കൃത്യമായി അന്ന് അന്വേഷണം നടന്നില്ല. കാരണം പിണറായി പോലീസ് അന്വേഷിച്ചാൽ എന്ത് അന്വേഷണമാണ് നടക്കുക? അന്ന് ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അതിനെ പോവുകയും ശക്തമായി ഇതിനു വേണ്ടി നിയമ പോരാട്ടം നടക്കി. അതാണ് അതിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഹൈക്കോടതിയിൽ അടക്കം പോയാണ് ഈ കേസിൽ അന്വേഷണം നടത്താൻ ഒരു ഉത്തരവ് വാങ്ങിക്കുന്നത്. ഇതിൽ കുറ്റം പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഇത് ഇന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് പോലും വളരെയധികം കോടതികളിൽ പോയി നിയമ പോരാട്ടം നടത്തിയാണ് ഒരു അനുകൂല വിധി ഉണ്ടായത്. അന്ന് ഇതിലൊന്നും നടന്നില്ല. ഇപ്പൊ ഭരണം മാറിയപ്പോൾ പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന MLA ഹോം മിനിസ്റ്ററെ കണ്ട് പ്രത്യേകമായ ഒരു നിവേദനം കൊടുത്തപ്പോഴാണ് ഇതിലൊരു SIT രൂപീകരിച്ചത്. പക്ഷേ അന്ന് തന്നെ ഒരു DYFI നേതാവിന്റെ ഒരു സാന്നിധ്യം ഈ കേസിൽ വെളിപ്പെട്ടിരുന്നു, അത് ബോധ്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പോലീസ് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് ആ ഒരു കേസ് അലസിപ്പിച്ച് കളയുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ റിബേഷിനെ കൂടാതെയുള്ള പ്രതികളെ ഈ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത്. കാരണം അന്ന് എന്താണ്, ഈ റിബേഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന DYFIയുടെ ഭാരവാഹിത്വം ഒഴിച്ച് വെറും അംഗമായി പുറത്തു നിൽക്കുന്ന ഈ വ്യക്തിയാണ് ഇതാദ്യമായി ഒരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തത്. ഈ വ്യക്തിക്ക് ഇത് എവിടെ നിന്ന് ലഭിച്ചു?
അതിലൊരു വ്യക്തത വരുത്തിയില്ല. അന്ന് ഇതിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു, കാരണം തെളിവുകളെല്ലാം ശേഖരിക്കാനും എല്ലാം എളുപ്പമാണ്. ഇപ്പോൾ അന്വേഷണം കുറച്ചുകൂടെ സങ്കീർണമാണ്. മെറ്റയോടക്കം വിവരങ്ങൾ തേടി അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് മാത്രമേ ഉള്ളൂ, കാരണം സമയം കുറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് വളരെ അനായാസം കണ്ടെത്താവുന്ന ഒരു കേസായിരുന്നു ഇത്. ഇതാരാണ് തയ്യാറാക്കിയതെന്നും ഇതാദ്യം ആരിലേക്കാണ് ഇത് ഷെയർ ചെയ്യപ്പെട്ട് വന്നു എന്നും എല്ലാം വളരെ അനായാസം കണ്ടെത്താമായിരുന്നു. പക്ഷെ അന്ന് അതിന് പിണറായി പോലീസ് മെനക്കെട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിന് പിന്നിലെല്ലാം റിബേഷ് അടക്കമുള്ള ഡിവൈഎഫ്ഐ CPM-കാരാണെന്നുള്ളത് വ്യക്തമാവുകയാണ്. അല്ലെങ്കിൽ പോലീസിനോട് നിർദ്ദേശിച്ച് കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധേടാവണ്ട, ഇത് നമ്മൾ തന്നെയാണ് ചെയ്തത്. ആ സമയത്ത് നടന്ന എന്തിലാണ് കൃത്യമായി അന്വേഷണം നടന്നിട്ടുള്ളത്? കാരണം ഗൺമാന്മാരെ ഇറങ്ങി അടിച്ച് ഇപ്പോൾ വധശ്രമ കേസ് കുറ്റം വരെ ചുമത്തിയ കേസാണ് അന്ന് നടന്നത്. ആലപ്പുഴയിലെ നവകേരള യാത്രയ്ക്കെതിരെ നടന്നത് യാത്രയ്ക്ക് പ്രതിഷേധിച്ച തോമസിനെതിരെ അടക്കം നടന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ. എന്നിട്ട് അതിൽ കേസെടുത്തു. അതിലെന്തെങ്കിലും അന്വേഷണം നടത്തും? രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിട്ടും കാര്യമായ ഒരു അന്വേഷണം നടന്നില്ല. പക്ഷെ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു വന്ന ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി ഗൺമാന്മാർക്ക് വീഴ്ചയില്ല എന്ന് പറഞ്ഞ് ഇത് ചെയ്തതാരാണ്? ഇവിടുത്തെ കേരളത്തിലെ ക്രമസമാധാനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ADGP ആണ്, MR അജിത് കുമാർ ആയിരുന്നു. ആ രീതിയിലാണ് അന്നത്തെ അന്വേഷണം നടത്തുന്നത്. അന്നത്തെ അന്വേഷണങ്ങളെല്ലാം ഏത് രീതിയിലായിരുന്നു? തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുക, തങ്ങളുടെ പാർട്ടി CPM-കാരെയോ DYFI-കാരെയോ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. ആ പ്രത്യേക ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും എങ്ങും അന്വേഷണം എത്താതെ പോയത്. ഇപ്പൊ അതല്ല അവസ്ഥ. ഇപ്പൊ ഭരണം മാറിയപ്പോ ഈ കേസുകളെല്ലാം ജീവൻ വെച്ചു. അന്ന് ഇതിന് കൂട്ടുനിന്നവരെല്ലാം ഇപ്പം നെട്ടോട്ടോടുന്നു. SIT പിടിച്ചു കുടഞ്ഞ പിന്നാലെ തന്നെ ഭാരവാഹിത്വം ഒഴിയുകയാണെങ്കിൽ കൃത്യമായി എന്തോ ഒളിക്കാനുണ്ട്. അതിന് സംഘടനയ്ക്ക് ഒരു ബാധ്യതയാവണ്ട എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയാണ് ഈ രാജിവെക്കലിനും. ഈ ലക്ഷണം വെച്ച് കാണുമ്പോൾ ഒരു റിബേഷിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു സ്ക്രീൻഷോട്ട്, അല്ലേ? അല്ലല്ല, അങ്ങനെയല്ലല്ലോ. ഇതിപ്പോ ആദ്യമായി ഷെയർ ചെയ്ത ഇയാളാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനുള്ള ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ഇത് പ്രത്യേകിച്ച് ഒരാളുടെ ഒറ്റയ്ക്ക് ഒരു ദിവസം പ്രൊബേഷന് മാത്രം തോന്നുന്നത് കൊണ്ട് ഇത് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. കൃത്യമായി വർഗീയമായ വേർതിരിവിന് ഈ ഒരു പ്രചരണം വേണം എന്നുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജമായ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്. അതിന് കൃത്യമായി ഖാസിം എന്ന് പറയുന്ന നേതാവിനെ, മുസ്ലിം ലീഗിന്റെ നേതാവിനെ തന്നെ കരിവാക്കി അയാൾ ഇടുന്ന മെസ്സേജ് ആണെന്നുള്ള രീതിയിൽ ഇത് പ്രചരിപ്പിച്ച് ആദ്യം CPM ഗ്രൂപ്പുകളിലേക്കും പതിയെ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ പ്രചരിപ്പിച്ചെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ അടക്കം അല്ലെങ്കിൽ ആ ഒരു അംഗങ്ങളടക്കം എല്ലാവരും ഈ ഒരു പ്രതിപ്പട്ടികയിലെ അംഗങ്ങളാണല്ലേ? അതെ, അവരല്ല. കാരണം ആ ഒരു ഗ്രൂപ്പിലാണ് ആദ്യം വന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ളവരെ എല്ലാം പരിശോധിക്കേണ്ടി വരും. ഈ പറയുന്ന സൈബർ ഹാൻഡിലുകളുടെയും അതിന്റെ അഡ്മിന്മാരെ എല്ലാം പരിശോധിക്കണം. കാരണം ഇവരുടെ സൈബർ ഹാൻഡിലുകളുടെ വരുന്ന പോസ്റ്റിന് അഡ്മിന്മാർ അപ്രൂവ് കൊടുക്കണമല്ലോ. അപ്പൊ അവരും കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഇതാരാണ് നടത്തിയതെന്നുള്ളത് എനിക്ക് തോന്നുന്നു SIT അനായാസം തന്നെ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ശാസ്ത്രീയമായ അന്വേഷണമാണ് ഈ കേസിൽ നടക്കുന്നത്. വളരെ വേഗത്തിൽ വിവരങ്ങൾ പുറത്തു വരും. ഒരു ഫോൺ, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കെതിരെയും വിദ്വേഷ പ്രചരണം ചെയ്യാം, അല്ലെങ്കിൽ കരുതി കൂട്ടിയുള്ള അപകീർത്തി പ്രചരണം നടത്താം, എല്ലാം ചെയ്യാം. എന്തുകൊണ്ട് ഈ സൈബർ പോലീസ് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? ഇപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പ്രതിപക്ഷമായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നുണേഷൻ എന്നൊരു പേജ് ഫേസ്ബുക്കിലുണ്ടായിരുന്നു. അത് 1 മുതൽ 5 പേജ് വരെ ഇവർ ഉണ്ടാക്കി. ഓരോ പേജ് റിപ്പോർട്ട് അടിച്ച് പൂട്ടിപ്പിക്കുമ്പോഴും ഓരോ പേജ് പിന്നെയും മുളച്ചു പൊങ്ങുകയാണ്. ഞങ്ങൾ ഇനിയും ചെയ്യും. ഈ സൈബർ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി മുഖം കാണിക്കാതെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മുഖം കാണിക്കാതെ ആക്രമണം നടത്തുന്ന ഇവരൊക്കെ എന്തുതരം പോരാളികളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെ, ഇത് CPM-കാർക്ക് മാത്രമാണ് അവരെല്ലാം പോരാളി ഷാജിയും പോരാളികളൊക്കെ ആവുന്നത്. ഈ നുണേശൻ പ്രചരണത്തിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പൊ എന്താണ് വിവരങ്ങൾ പുറത്തു വരുന്നത്? ഈ പ്രചരണം നടത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥരാണോ എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം കൊടുത്തത്, ഇതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പ്രവർത്തിച്ചിരുന്ന സർക്കാർ ജീവനക്കാരാണെന്നാണ്. അവർക്ക് AKG സെന്ററിലെ അവരുടെ ഡിജിറ്റൽ വിങ്ങുമായുള്ള ബന്ധം, അതിന്റെ പേരിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി, അല്ലെങ്കിൽ അവരുടേതായ ഒരു CPM-ന്റെ സൈബർ പ്രചരണത്തിനൊപ്പം നിന്ന് ചില സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നാണ്. അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്ന് പറയുന്നു. ഇടത് അനുകൂല സർവീസ് സംഘടനകളിലുള്ളവരായിരിക്കാം. പക്ഷെ അവർ ചെയ്തേക്കുന്ന എന്താണ്? പിന്നെ ചട്ടപ്രകാരം വലിയ ലംഘനമാണ് ചെയ്തേക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഭാഗമായി നിൽക്കുകയാണ് ചെയ്തത്. അവർക്കെതിരെ ഇപ്പം അന്വേഷണം നടക്കുന്നുണ്ട്. അവർക്കെതിരെയും
നടപടിക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രചരണങ്ങളും സർക്കാർ ജീവനക്കാരുടെ ആ സമയത്തെ ചട്ടം വിരുദ്ധമായ ഇടപെടലുകളെ കുറിച്ചൊക്കെ അതിൽ ചിലരുടെ പേര് ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത്. ആ പേരുകൾ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് PRD കൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും ഇപ്പോഴത്തെ സർക്കാരിനെയും കമ്പയർ ചെയ്തുള്ള പരസ്യം, ഇതിലടക്കം ഇപ്പൊ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇത് ഈ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതുകൊണ്ട് എന്ന് പറയുന്നത് അത് വലിയ ഗുരുതരമായ ചട്ടലംഘനമാണ്. അതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള അതും ഉറപ്പാണ്.